14 ഇവിടെ സത്യാഗ്രഹം തുടങ്ങുകയും ചെയ്തു. ഞങ്ങൾക്ക് 2008 ഇതുപോലെ 953 മലപ്പുറത്ത് മദ്യനിരോധന സമിതി ഒരു ഉജ്ജ്വല സമരം നടത്തിയതാണ്. ആ ഒരു വിശ്വാസം മലപ്പുറത്തെ ജനങ്ങള്, മലപ്പുറത്തെ പ്രവർത്തകര് മദ്യനിരോധന സമരത്തെ എന്തു വില കൊടുത്തും പിന്തുണയ്ക്കുമെന്നുള്ള വിശ്വാസം അത് ഞങ്ങളിൽ ഒന്നുകൂടി ഇപ്പോൾ ഉറച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഒരു മീറ്റിങ്ങിന് വരാൻ പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് വിഷമമാണ്. പക്ഷെ കഴിഞ്ഞ 365 ദിവസം, 2 ആഴ്ച മുമ്പ് ഇവിടെയൊക്കെ മുട്ടിന് വേപ്പന്തല്ല്. പക്ഷെ ആ കാലാവസ്ഥയുടെ പ്രതികൂല നിലയെപ്പോലും പരിഗണിക്കാതെ, ഒരു ദിവസം പോലും മുടക്കം കൂടാതെ ആവേശത്തോടെ മലപ്പുറത്തെ പ്രവർത്തകര്, മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന പ്രവർത്തകര് ഈ സമരത്തെ ഏറ്റവും ശക്തിയോടുകൂടി അതിൻ്റെ സംഘാടകർക്ക് വലിയ ആവേശവും പ്രതീക്ഷയും നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി. ആ പ്രവർത്തകരോട് മലപ്പുറത്തെയും മറ്റ് ജില്ലകളിലെയും മദ്യവിരുദ്ധ മനോഭാവമുള്ള എല്ലാ സജ്ജനങ്ങളോടും ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. മദ്യനിരോധന സമിതി ഈ സമരം തുടങ്ങിയത് പ്രധാനമായിട്ട് 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ഒന്ന്, മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും കുറയ്ക്കും. ഇത് മദ്യനിരോധന സമിതി പറഞ്ഞതല്ല. 2016 2021 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയില് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന LDF അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കൃത്യമായിട്ട് പറഞ്ഞു, കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് മദ്യത്തിൻ്റെതാണ്. ഇത് മദ്യനിരോധന സമിതിയുടെ സംസ്ഥാനത്തെ നേതാക്കളിൽ പ്രമുഖയായ ചിന്നമ്മ ടീച്ചറാണ്. രവീന്ദ്രൻ മാഷും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബഹുമാനപ്പെട്ട രവീന്ദ്രൻ മാഷും സ്ഥലത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. നാളെ മദ്യനിരോധന സമിതിയുടെ മറ്റൊരു സമരം തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട പിതാവിന്റെ നാട്ടില് ആലപ്പുഴയില് മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് മുന്നിൽ ഒരു അനിശ്ചിതകാല സമരം തുടങ്ങുകയാണ്. ആ യാത്രയിലാണ് കോഴിക്കോട്ട് നിന്ന് രവീന്ദ്രൻ മാഷും ചെന്നമ്മ ടീച്ചറും ഒക്കെ ഇതിലെ വന്നിരിക്കുന്നത്. ഇവിടുന്ന് നേരെ പോകുന്ന ആലപ്പുഴയ്ക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, LDFന്റെ പ്രകടന പത്രികയിൽ വലിയൊരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയിരുന്നു. ഇത് അതിനു മുമ്പ് ഞങ്ങൾ ഇവരെ കണ്ടപ്പോൾ ഇവർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ മാഷും ഞാനും ഒക്കെ കൂടി പോയി അവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ അങ്ങനെ മദ്യത്തെ അനുകൂലിക്കുന്നവരുമൊന്നുമല്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ മുൻവിധിയില്ല, പക്ഷെ നിങ്ങളൊരു ഉറപ്പ് തരണം. അവർ പറഞ്ഞു, അതെന്താ ഉറപ്പ്? നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. മാഷു പറഞ്ഞു, അത് പോരാ, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ എഴുതി വെക്കണം. UDFകാരോട് ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്, അവരും അവരുടെ പ്രകടന പത്രികയിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളും പ്രകടന പത്രികയിൽ എഴുതി വെക്കണം. LDF അത് സമ്മതിച്ചു, പ്രകടന പത്രികയിൽ എഴുതി വെച്ചു. ആ വാചകമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കും. പ്രകടന പത്രികയിൽ എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വിശ്വാസമായി. പക്ഷെ LDFകാർക്ക് തോന്നി, മദ്യത്തെക്കുറിച്ച് അവർ പറയുന്നത് അവരുടെ പൂർവ്വചരിത്രം അറിയാവുന്ന ജനങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലോ എന്ന് കരുതിക്കൊണ്ട് അവർ ഇന്നസെന്റിനെയും KPACയിൽ എഴുതിയെയും, രണ്ടും നല്ല കലാകാരന്മാരും കലാകാരികളുമാണ്, 2 പേരും മരിച്ചുപോയി, അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് വ്യാപകമായൊരു പരസ്യം നടത്തി ടിവിയിലൂടെ. ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ബാറുകളല്ല, സ്കൂളുകളാണ്. അപ്പൊ UDFകാർ പറഞ്ഞു, LDFകാർ പറയുന്നൊന്നും വിശ്വസിക്കാതെ അവരിത് ചെയ്യില്ല. ഒന്നുകൂടി പരസ്യം കൊടുത്തു, നുണ പറയുന്നവരെ തിരിച്ചറിയുക. UDF പറയുന്ന നുണയാണ്, ഞങ്ങൾ ജയിച്ചാലും ബാർ അടയ്ക്കും. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? 2016 ഇത് പറയുന്ന സമയത്ത് കേരളത്തിലെ ആകെ ബാറുകളുടെ എണ്ണം 29. ഇപ്പൊ കേരളത്തിലെ ബാറുകളുടെ എണ്ണം ഇപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയാൻ വയ്യ, കാരണം ആഴ്ചതോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് വിവരാവകാശം വെച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് കിട്ടിയ മറുപടി, കേരളത്തില് ഇപ്പോഴുള്ളത് 932 ബാറുകളാണ്. 932. മലപ്പുറം ജില്ലയിൽ 2016 ഉണ്ടായിരുന്നത് ഒരൊറ്റ 5 സ്റ്റാർ ബാറാണ്. ഇപ്പോഴുള്ളത് 26 ബാറുകളാണ്. മദ്യപിക്കുന്ന ആളുകൾ ഏറ്റവും കുറവുള്ള
മലപ്പുറം ജില്ലയിൽ ബാറുകളുടെ എണ്ണം 26 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചു. ഇതിങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് മുന്നോട്ട് പോകാൻ സർക്കാരിനെ അനുവദിക്കാൻ പറ്റില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മദ്യനിരോധന സമിതി ഇങ്ങനെ ഒരു യോഗം ചേർന്ന് ഇങ്ങനെ ഒരു സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത്. ഞാൻ നീട്ടുന്നില്ല, ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അധ്യക്ഷൻ ബഹുമാനപ്പെട്ട തൽക്കാലത്തേക്ക് അധ്യക്ഷൻ വരും ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ മാഷാണ്. മാഷ് ഏതാണ്ട് മുഴുവൻ നേരവും ഒരു മാസമൊക്കെ കൂടുമ്പോഴാണ് 1-2 ദിവസം പന്തലിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. മാഷും ടീച്ചറും ഇവിടെ ഒരു വീടെടുത്ത് ഇവിടെ തന്നെ താമസം തുടങ്ങിയിരിക്കുകയാണ്. മാഷാണ് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷം വഹിക്കുന്നത്. അദ്ദേഹം നമ്മുടെ സമിതിയുടെ പ്രസിഡന്റ് കൂടിയായതുകൊണ്ട് ഞാൻ ഔപചാരികമായിട്ട് സ്വാഗതം പറയുന്നില്ല. ഇന്നത്തെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജോഷുവ ബിഷപ്പാണ്. ജോഷുവ മാർ ഇഗ്നാത്തിയോസ് മാവേലിക്കര ബിഷപ്പ്, മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ സംസ്ഥാന ചെയർമാൻ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബഹുമാനപ്പെട്ട പിതാവാണ് മുന്നണിയുടെ ചെയർമാൻ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിവന്ദ്യ പള്ളിക്കാപ്പറമ്പിൽ തിരുമേനി മാറിയതിനു ശേഷം ജോഷുവ പിതാവാണ് ആ സ്ഥാനം വഹിച്ച് അതിശക്തമായി ഈ മുന്നണിയെ വിവിധങ്ങളായ സംഘടനകളെ കൂട്ടിയോജിപ്പിച്ച് ഈ മുന്നണിയെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിതാവിന്റെ ഒരൊറ്റയാളുടെ മുൻകൈയിലും താല്പര്യത്തിന്മേലുമാണ് നാളെ ആലപ്പുഴയിൽ അനിശ്ചിതകാല സമരം തുടങ്ങുന്നത്. പിതാവ് നമ്മൾ എവിടെ സമരം നടത്തിയാലും എവിടെ സമ്മേളനം നടത്തിയാലും അവിടെയെല്ലാം എത്താനായിട്ട് സമയം കണ്ടെത്തുകയും അവിടെ എത്തുകയും എന്ന് മാത്രമല്ല സാമ്പത്തികമായിട്ടുമൊക്കെ നമ്മുടെ അപ്പുറത്തെ പന്തൽ കെട്ടാനും ലഘുലേഖ അടിക്കാനുമൊക്കെ കാര്യമായി സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അഭിവന്ദ്യ പിതാവിനെ വളരെ സ്നേഹാദരങ്ങളോടെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നിവിടെ